ചായക്കടയിൽ ഇരുന്നിട്ട് ഒരുത്തൻ ബാപ്പയ്ക്ക് തങ്ങളുടെ കാലത്തെ ലീഗ് അല്ല ഇപ്പത്തെ ലീഗ് എന്ന് പറയുമ്പോ സംഗതി ശരിയാണോ എന്നല്ല പറയേണ്ടത്. ബാപ്പയ്ക്ക് തങ്ങൾ മരിച്ചുപോയി, എന്താ ലീഗിന് കുഴപ്പമെന്ന് തിരിച്ചു ചോദിക്കണം. എന്താ മുസ്ലിം ലീഗിന് പ്രശ്നം അവനോട് തിരിച്ചു ചോദിക്കണം. അത് ചോദിക്കാൻ ധൈര്യമുള്ള കുട്ടികളുണ്ടോ? കുട്ടികൾ അവന്റെ കൂടെ കൂടി പറയും, ചായക്കടയിൽ നിന്നിട്ട് പറയും, ബാപ്പയ്ക്ക് തങ്ങളുടെ കാലത്ത് ലീഗ് നന്നായിരുന്നു, പൂക്കോട്ടങ്ങളുടെ കാലത്ത് തിരക്കടില്ലായിരുന്നു, ഇപ്പൊ ലീഗ് മോശം, ഒക്കെ അവനവന്റെ കീശയിലേക്ക് പണമുണ്ടാക്കാനുള്ള പാർട്ടിയാണെന്ന് പറയും. അത് നമ്മുടെ മനസ്സിനെ കൊല്ലാനുള്ള ഒരു ആസൂത്രണ വിദ്യയാണ്, പ്രചരണമാണ്. മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് ഒരിക്കലും അപജയം വരില്ല. എന്തുകൊണ്ട്? മഹാന്മാരായ നേതാക്കളെ കെട്ടിപ്പടുത്തത്. പിന്നെ ആർക്കാ അപജയം? സമൂഹത്തിന് വരും. നിസ്കരിക്കാത്ത മനുഷ്യന്മാരില്ലേ, മദ്യപിക്കുന്ന മനുഷ്യരില്ലേ, വൃത്തികേട് ചെയ്യുന്നവരില്ലേ, എന്നതുപോലെ പാവപ്പെട്ടവന് വല്ലതും അനുവദിച്ചു കൊടുക്കുമ്പോൾ അതിന് കയ്യെത്തി വാരി അഴിമതി കാണിക്കുന്നവരുണ്ടാവും. അത്തരക്കാരെ മാറ്റി നിർത്താൻ പാർട്ടി വേദികളിലല്ലേ പറയേണ്ടത്? മുസ്ലിം ലീഗിനെ ഇട്ടേച്ച് പോകാണ് വേണ്ടത്. ശരീരത്തിൽ നജസായാൽ കഴുകിക്കളയണം, കൈ മുറിച്ചു കളയരുത്. മുസ്ലിം ലീഗ് നമ്മുടെ ശരീരമാണെങ്കിൽ അതിന്റെ ഏത് പൊടുക്കുത്തും തീർക്കാൻ നമുക്ക് കഴിയും. നമ്മൾ അതിനുവേണ്ടി ഉണർന്ന് ചിന്തിക്കേണ്ടവരാ. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? പാർട്ടി വേദികളിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം വളരെ മനോഹരമായി കാഴ്ചവെക്കുന്ന ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കണം. ലാ തസ്തലിൽ ഇമാറത്ത, നേതൃത്വം ചോദിച്ചു വാങ്ങരുത്, നേതാവാകാൻ ആഗ്രഹിക്കരുത്. ചോദിക്കാതെ നിനക്കത് കിട്ടിയാൽ പടച്ചറപ്പിന്റെ സഹായം നിനക്കുണ്ടാകും. അതേസമയത്ത് നീ എങ്ങാനും ചോദിച്ചു വാങ്ങിയാലോ നിനക്കത് വലിയൊരു ഭാരമായി നിന്നിൽ അർപ്പിക്കപ്പെടും, വലിയ പ്രയാസമായിരിക്കും. മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പഠിപ്പിച്ചു, ഇന്നക്കും സതഖരിസൂന അലൽ ഇമാറ, നിങ്ങൾ നേതാക്കളാകാൻ ആഗ്രഹിക്കും. വസതകൂന നദാമതൻ യൗമൽ ഖിയാമ, പരലോകത്ത് വമ്പിച്ച ഖേദവും നിങ്ങൾക്ക് അതുകൊണ്ടുണ്ടാവും. നേതൃത്വം എന്ന് പറഞ്ഞാൽ അമാനത്താണ്. അത് ശരിക്കും സൂക്ഷിച്ച് നടപ്പാക്കണം. ഇതൊരു അമാനത്താണ്. ആ അമാനത്ത് നന്നായി നടപ്പാക്കിയാൽ സമൂഹത്തിന് നേട്ടമുണ്ടാകും. കാരണം കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ നേട്ടം മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാളയാർ ചുരത്തിന്റെ അപ്പുറത്തേക്ക് പോകണം. നന്ദിഗ്രാമിലെ 14,000-ഓളം വരുന്ന ഏക്കർ 27% മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തു നിന്ന് തന്നെ അക്വയർ ചെയ്യുന്നതിനാ, ആ പ്രദേശം തന്നെ വിദേശ കമ്പനിക്ക് കൊടുക്കുന്നതിനാ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു സമുദായത്തിന് വേണ്ടി അവിടെ ശബ്ദിക്കാൻ ആളില്ലാതെ പോയി, അവന്റെ വേദന ഉത്തരവാദപ്പെട്ട മണ്ഡലങ്ങളിൽ ഉയർത്താൻ ആളില്ലാതെ പോയി. ആ കുറവ് നമ്മൾ ഇവിടെ പരിഹരിച്ചിട്ടുണ്ട്. ഈ ചിന്ത ഉത്തരേന്ത്യയിലേക്ക് വളർത്തുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഇനിയും ഒരുപാട് കാര്യം പറയണമെന്നിരിക്കുന്നുണ്ട്. അവസാനമായി ഇത്ര സമയം എന്നെ കേട്ടിരുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് എനിക്ക് പറയുവാനുള്ളത്, മുസ്ലിം ലീഗിനെ ഒരിക്കലും മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോലെ കാണരുത്. ഒന്നാമത്തെ എന്റെ അഭ്യർത്ഥനയാണ്, ഒരിക്കലും മറ്റൊരു പാർട്ടിയെ പോലെ കാണരുത്. നമ്മൾ കൊടി പിടിക്കലും സമരം ചെയ്യലും മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സംഘമല്ല, മറിച്ച് ഇസ്ലാമികമായ ഒരു വ്യക്തിത്വവും അസ്തിത്വമുണ്ട്. അതിനെതിരായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ കൂട്ടായി ശബ്ദിക്കാൻ നമുക്ക് കഴിയണം, ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ പ്രവിശാലമായ ഒരു ഭൂമിക സൃഷ്ടിച്ചുകൊണ്ട് വളരുന്ന തലമുറക്ക് മുസ്ലിം ലീഗിന്റെ അനിവാര്യതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ, പൂർവിക നേതാക്കൾ നമുക്കുണ്ടാക്കി തന്ന ഈ തലയുടെ ഭദ്രത അവരെ പറഞ്ഞ് പഠിപ്പിക്കാൻ ഓരോ പ്രവർത്തകനും മുന്നോട്ട് വരണം. അതായിരിക്കണം ഒരു മുസ്ലിം ലീഗ് പ്രസ്ഥാനക്കാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. അതോടൊപ്പം വ്യക്തിവിശുദ്ധി, ജീവിത വിശുദ്ധി വളരെ പ്രധാനമാണ്. മുസ്ലിമായ ശേഷം മുസ്ലിം ലീഗുകാരനാവണം, ധർമ്മബോധമുണ്ടാകണം. 5 വക്ത് നമസ്കരിച്ചും ധാർമ്മിക ബോധം ഉൾക്കൊണ്ടും അവൻ തരക്കേടില്ലെന്ന് സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളൊരു പൊതുപ്രവർത്തകനായി നോക്കൂ. നിങ്ങളെ പിന്നാലെ ജനസമൂഹം വരും. നിങ്ങൾ അഴിമതിക്കാരനും നിങ്ങൾ സമൂഹത്തിന് വേണ്ടാത്തവനുമായി മാറുമ്പോൾ നിങ്ങളുടെ പ്രതാപം കണ്ടുകൊണ്ട് മുസ്ലിം ലീഗിലേക്ക് ആള് വരില്ല. നമ്മളെ കൊണ്ട് ഒരിക്കലും അത്തരം പ്രവർത്തനമല്ല അള്ളാഹു ആഗ്രഹിക്കുന്നത്. ഇസ്ലാമിന്റെ പ്രബോധനം മുസ്ലിമിന്റെ വ്യക്തിത്വത്തിലാണ്, അവന്റെ കഴിവ് അവന്റെ ഇസ്ലാമിക ബോധത്തിലാണ്. മുസ്ലിം ലീഗുകാരന്റെ ഇസ്ലാമിക ബോധം തീർച്ചയായും അവനെ കായിദ മില്ലത്തിലേക്ക് എത്തിക്കും. കായിദ മില്ലത്തിന്റെ കാഴ്ചപ്പാട് അവന്റെ സിരകളിലൂടെ അവന്റെ പ്രവർത്തനത്തിലൂടെ ഒഴുകുമ്പോൾ ഒരു വിധവാ പെൻഷൻ വാങ്ങിക്കൊടുക്കുവാനും ഒരു പാവപ്പെട്ടവന്റെ ഖിദ്മത്ത് ചെയ്യുവാനും നാട്ടിലെ ഏത് സാംസ്കാരിക പ്രവർത്തനത്തിന്റെ മുമ്പിൽ ഇഖ്ലാസോടെ നിൽക്കുവാനും അവന് ജനം കാണും. അപ്പോൾ പഴയകാല മുസ്ലിം ലീഗ് തിരിച്ചു വരും. മുസ്ലിം ലീഗിന് ഒരിക്കലും അപജയം ഉണ്ടാവില്ല, മറിച്ച് മുസ്ലിം ലീഗിലെ മെമ്പർമാരായ നമുക്ക് വല്ല അപജയം ഉണ്ടായാൽ അത് മുസ്ലിം ലീഗിന്റെ മേൽ കെട്ടിവെക്കണ്ട. ആ രീതിയിൽ മുസ്ലിം ലീഗിനെ തിരിച്ചറിയുന്ന പ്രവർത്തനം നടത്താൻ ജീവിച്ചിരിക്കുന്ന മുസ്ലിം ലീഗുകാരാവാൻ നിങ്ങൾ ഓരോരുത്തരും സജ്ജരാകണമെന്നും പഠിച്ച് വീണ്ടും പഠിച്ച് മിടുക്കരായ ഒരു തലമുറയെ വളർത്തണമെന്നും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് വിനയത്തിന്റെ താഴ്ന്ന പടിയിൽ നിന്നുകൊണ്ട് ഉപദേശിക്കാൻ അർഹതയില്ലാത്തത് കൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സംഘശക്തിയെ വിജയിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, വല്ലദീന കഫറൂ ബഅദുഹും ഔലിയാഉ ബഅദ്, സത്യനിഷേധികളൊക്കെ ഒറ്റക്കെട്ട, മുസ്ലിങ്ങളുടെ ശത്രുക്കൾ എപ്പോഴും ഒറ്റക്കെട്ടായിരിക്കും. ഇല്ലാ തഫ്അലൂഹു, നിങ്ങൾക്ക് ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയുന്നില്ലേ? നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയുന്നില്ലേ? നിങ്ങൾക്ക് ഐക്യമില്ലേ? തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി വഫസാദുൻ കബീർ, ഭൂമിയിൽ വമ്പിച്ച കുഴപ്പവും നാശവും ഉണ്ടാകും. അത് പടച്ച റബ്ബ് പറഞ്ഞതാ. ലോകത്ത് നിന്ന് മുസ്ലിങ്ങൾക്ക് വന്ന പതനത്തിന്റെ മുഴുവൻ അടിസ്ഥാനം ഭിന്നതയാണ്.
ഭിന്നത, രണ്ടാമത്തേത് ദീനിൽ നിന്ന് അകന്നുപോയത്. അതുകൊണ്ട് രണ്ടും സ്വായത്തമാക്കണം, ദീനും ഐക്യവും. അതിനായിരിക്കട്ടെ നമ്മുടെ പരിശ്രമം. അള്ളാഹു അതിന് സഹായിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലാ അഅദാഇനാ വഅലാ അഅദാഇക വഅഅദാഇദ്ദീൻ.